നമസ്കാരം. 20,000 രൂപ മുതൽ മുടക്കി 1 ലക്ഷം, 2 ലക്ഷം, വേണമെങ്കിൽ 10 ലക്ഷം രൂപ വരെ പ്രതിമാസം വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള അറിവുകൾക്കായിട്ട് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. ഏകദേശം 2015 നമ്മുടെ സച്ചിൻ ബൻസാൽ, ബിന്നി ബൻസാൽ ഫ്ലിപ്കാർട്ടൊക്കെ തുടങ്ങിയില്ലേ? ബുക്ക് ഫസ്റ്റ് ഓൺലൈനിലൂടെ ബുക്കൊക്കെ വിറ്റിട്ട് അവർ തുടങ്ങിയാണ് ഫ്ലിപ്കാർട്ട്. അതേപോലെ തന്നെ 2015 രണ്ടുപേരും, അതിൽ ദമിൽ ഷാ എന്ന് പറഞ്ഞ വ്യക്തിയും ദവാൽ ഷാ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയും, ഇവർ രണ്ടുപേരും കൂടിയിട്ട് 2015 ഒരു മെഡിക്കൽ ഐറ്റംസ് ഒക്കെ കാര്യങ്ങളൊക്കെ സെല് ചെയ്യുക. ലൈക്ക് ഹെൽത്ത് കെയർ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടല്ലോ, മെഡിസിൻസ്, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ ഓൺലൈനിലൂടെ സെല്ല് ചെയ്യാം എന്ന പ്ലാനിൽ ഒരു ബ്രാൻഡ് അവർ ഒരു ബിസിനസ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു. പിൽക്കാലത്ത് കമ്പനിക്കകത്ത് വീണ്ടും 2-3 കോ ഫൗണ്ടേഴ്സ് വന്നു. ഏകദേശം അവരുടെ വെബ്സൈറ്റിലൂടെ, അവർ ആപ്പിലൂടെ 25,000 കൺസൾട്ടേഷൻ, ഡെയിലി കൺസൾട്ടേഷൻ നടക്കുന്നു. ഒരു ഡോക്ടർ ഒരു ഹോസ്പിറ്റലിൽ ഇട്ടാൽ, ക്ലിനിക്ക് ഇട്ടാൽ എത്ര പേര് വരും നിങ്ങൾക്കറിയാലോ. എന്നാൽ ഇവരുടെ ഓൺലൈൻ ആപ്പിലൂടെ 25,000 കൺസൾട്ടേഷൻസ് നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. 1.5 മെഡിക്കൽ റെക്കോർഡ്സ് സ്റ്റോർഡ് ഇൻ ദ പ്ലാറ്റ്ഫോം. അത്രയും മെഡിക്കൽ റെക്കോർഡ്സിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. 1.5 3.3 കോടി രജിസ്റ്റേർഡ് യൂസേഴ്സ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ ഏകദേശം 1,50,000 റീറ്റെയിൽ കസ്റ്റമേഴ്സിനെ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. 11 കോടിയോളം ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വർഷത്തിനുള്ളിൽ. ലാസ്റ്റ് വർഷത്തിനുള്ളിൽ 20,000 എംപ്ലോയീസ് അവരെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 600ഓളം ഫ്രാഞ്ചൈസി സ്റ്റോറുകൾ അവർക്കുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മെഡിക്കൽ ഹെൽത്ത് കെയർ കമ്പനിയായ ഫാം ഈസിയെ കുറിച്ചാണ്. ഫാം ഈസിയുടെ ഫ്രാഞ്ചൈസി ബിസിനസ്സിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, മെഡിക്കൽ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്, മേഖലയാണ്. ഇതിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ടാറ്റയുടെ 1mgയെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് ഒരുപാട് ആൾക്കാർ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ എന്നോട് ചോദിക്കേണ്ടായി. ടാറ്റയുമായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടായി. ഓൺലൈനിലൂടെ എല്ലാം ചെയ്യാനുള്ള സംവിധാനങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഫാം ഈസിയുടെ നമ്മൾ പാർട്ട്ണർ ആവുന്ന സമയത്ത് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഞാൻ സ്ക്രീനിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കാണുന്നത് ഫാം ഈസിയുടെ ഇതിനു വേണ്ടി ഹെൽത്ത് പാർട്ട്ണർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലിങ്കാണ്. ഈ ഒരു ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഫോം കാണും. ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമാണ് ഫില്ലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഫാം ഈസി ഓൺടർപ്രണർ നെറ്റ്വർക്ക്, ഇതിനകത്ത് നിങ്ങളുടെ പേര്, കോൺടാക്ട് നമ്പർ, ഇമെയിൽ ID, നിങ്ങളുടെ സിറ്റി, പിൻകോഡ്, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഈ ഫോം ഒന്ന് ഫില്ലപ്പ് ചെയ്യണം. ഒരു ഗൂഗിൾ ഫോം ആട്ടോ. ഇതിനകത്ത് ഇവർ പറയുന്നുണ്ട്, ഫാം ഈസി envisions working for the betterment of the healthcare sector across the nation. ഹെൽത്ത് കെയർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് നല്ല വരുമാനം കിട്ടും. അതുപോലെ തന്നെ അവിടെ ഒരു സാധ്യത, ഒരു പ്രഷറുണ്ട്. അതായത് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ആർക്കായാലും മെഡിസിൻസ് ആവശ്യമുണ്ടോ, അതുമായി ബന്ധപ്പെട്ടുള്ള അലൈഡ് പ്രോഡക്റ്റ്സ് ആവശ്യമുണ്ടാവും. അപ്പോൾ അതെന്തായാലും പർച്ചേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ സാധ്യതയും ഇനി വളരെയധികം കൂടും. കാരണം അസുഖങ്ങൾ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. പുക മലിനീകരണം, മറ്റുള്ള പരിസ്ഥിതി ദോഷങ്ങൾ, ഒരുപാട് മറ്റുള്ള പ്രശ്നങ്ങൾ, പകർച്ചവ്യാധികൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സാധനങ്ങൾ വേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ ചിലവേറും. അതൊക്കെ വാങ്ങിക്കാനുള്ള ഈസി ആയിട്ടുള്ള മെത്തേഡ് അന്വേഷിച്ച ആൾക്കാർ പോകും. അപ്പോൾ ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകൾക്ക് സാധ്യതയുണ്ടാവും. അതുപോലെ തന്നെ കൺസൾട്ടേഷൻ, ഓൺലൈൻ കൺസൾട്ടേഷൻ, ഒരു ഡോക്ടറെ നേരിട്ട് പോയിട്ട് കാണുന്നതിനേക്കാളും ഇതിലൂടെ കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ ചെറിയ റേറ്റിന് കിട്ടും. വീട്ടിലിരുന്ന് എടുക്കാം. നമ്മൾ ഓട്ടോ പിടിച്ചിട്ടോ വണ്ടി പിടിച്ചിട്ടോ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുന്ന അത്രയും സമയം നമുക്ക് വേണ്ട. നമ്മുടെ ജോലി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് രാത്രി സമയം വന്നിട്ട് ഫ്രീ ആയിട്ട് കൺസൾട്ടേഷൻ നമുക്ക് ഓൺലൈനിലൂടെ എടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. പൈസ ലാഭം, അതുപോലെ സമയ ലാഭം, അങ്ങനെ കുറേ ലാഭമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓൺലൈൻ കൺസൾട്ടേഷന് ഭയങ്കര സ്കോപ്പുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബിസിനസ് എല്ലാം വൺ ഹിറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കാര്യങ്ങൾ അവർ തന്നെ താഴെ പറയുന്നുണ്ട്. ഹെൽപ്പ് യുവർ കസ്റ്റമേഴ്സ് പ്ലേസ് ആൻ ഓർഡർ ആൻഡ് കീപ് ട്രാക്ക് ഓഫ് എവറി ഓർഡർ യൂസിങ് അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് തരും. അതിലൂടെ അവർക്ക് ഓർഡറുകളൊക്കെ ട്രാക്ക് ചെയ്യാനും സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിനോട് ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ തീർച്ചയായും സാധിക്കും. ഹാവ് ദ ഫ്ലെക്സിബിലിറ്റി ടു വർക്ക് ഓൺ ദ ഗോ, അറ്റ് ഹോം, ഷോപ്പ്, ഈവൻ വൈൽ ട്രാവലിംഗ്. നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. വർക്ക് ട്രാവൽ ചെയ്യുമ്പോഴോ, ഓഫീസിലിരിക്കുമ്പോഴോ, വീട്ടിലിരിക്കുമ്പോഴോ, എവിടെ ഇരുന്ന് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. എല്ലാം ഓൺലൈനിലാണ്. എൻഗേജ് വിത്ത് യുവർ കസ്റ്റമേഴ്സ് ആൻഡ് ഗ്രോ യുവർ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ തീർച്ചയായും സാധിക്കും. വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിലൂടെ ആൾക്കാർക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ റിക്വയർമെൻറ്റ്സൊക്കെ പെട്ടെന്ന് ഇട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റും. മേക്ക് ദ മോസ്റ്റ് 800+ ഹെൽത്ത് പാർട്ട്നേഴ്സ് നെറ്റ്വർക്ക് പാൻ ഇന്ത്യ. അത്രയും പാർട്ട്നേഴ്സ് അവർക്കുണ്ട്.
അപ്പോൾ അതിൻ്റെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജ് കാര്യങ്ങളുണ്ടാവും. അവയിൽ ഡെഡിക്കേറ്റഡ് സെയിൽസ് സപ്പോർട്ട് ഫോർ യുവർ ബിസിനസ് ആൻഡ് ഗെറ്റ് യുവർ ക്രേസ് ആൻസേർഡ് ക്വിക്ലി. അവർ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീമുണ്ട്, അവർ നിങ്ങളെ സപ്പോർട്ട് കാര്യങ്ങൾ ചെയ്യും. ഇനി ഇതിനെ കുറച്ച് എലിജിബിലിറ്റി കാര്യങ്ങളുണ്ട്, അത് നമുക്ക് പരിശോധിക്കാം. ഹാവ് എ ഓൺടർപ്രണിയർ ആറ്റിറ്റ്യൂഡ്. നമുക്കൊരു ഓൺടർപ്രണർഷിപ്പ് മൈൻഡ് സെറ്റ് വേണം. ഒരു ബിസിനസ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഇല്ലേ, അത് നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ആ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ബിസിനസ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് റിസ്ക് എടുക്കാനുള്ള മൈൻഡ് സെറ്റ് വേണം. ഒരു സാധനത്തിൽ ലൈക്ക് ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടോ, മണി ചെയിൻ പരിപാടി പോലെ 1 ലക്ഷം ഇട്ടു, നാളെ തന്നെ 1000 രൂപ വെച്ച് ഡെയിലി കിട്ടും എന്നുള്ള കോൺസെപ്റ്റ് അല്ലാതെ നമ്മൾ പൈസ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ അതിൽ നിന്ന് റിട്ടേൺ കിട്ടും. നമ്മൾ എഫേർട്ട് ഇടണം, ഡെഡിക്കേറ്റ് ചെയ്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ടൈം എടുത്തിട്ട് പതിയെ വളർന്നു വരുന്നു. ഒരുപാട് സമയം എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ വളർന്നു വരിക. അപ്പോൾ അതിന് നമ്മൾ ആ സിസ്റ്റം പഠിക്കണം. ഒരു സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമ്മളവിടെ ഒരു കുഞ്ഞാണ്. അപ്പോൾ ആ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് ചിലപ്പോൾ കാൽ തട്ടി വീഴും. അടുത്ത തവണയും നമ്മൾ കാൽ തട്ടി വീഴും, 3-ാം തവണയും കാൽ തട്ടി വീഴും, 4-മത് നമ്മൾ മെല്ലെ മെല്ലെ പിടിച്ച് നടക്കാൻ തുടങ്ങും. അങ്ങനെ പതിയെ നമുക്ക് അവിടുന്ന് വളർന്ന് വരാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അത് എപ്പോഴും നമ്മളൊരു കുഞ്ഞായിട്ട് വളർന്ന് വരുമ്പോൾ, ഒരു കുഞ്ഞ് വളർന്ന് വരുന്ന ഒരു സിറ്റുവേഷൻ എപ്പോഴും ഇതിനുമായിട്ട് ഉപമിക്കണം. അങ്ങനെ വേണം ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി. അല്ലാതെ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഞാൻ വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര എൻ്റെ കയ്യിൽ കുറേ പൈസയുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചാടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മളൊരു പക്ക ഫെയിലിയർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല മൈൻഡ് സെറ്റൊക്കെ നമുക്ക് ഉണ്ടെങ്കിലും ഇതിനകത്തൊരു ക്ഷമ എപ്പോഴും നമുക്ക് ആവശ്യമാണ്. ഇത് വളർന്നു വരുമ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ ഫോളോ ചെയ്യാനുള്ള ഒരു ക്ഷമ നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അങ്ങനെയൊക്കെ നമുക്ക് വിജയം ഉറപ്പാണ്. അതുതന്നെയാണ് ആ ഒരു ഓൺടർപ്രണർഷിപ്പ് മൈൻഡ് സെറ്റിൽ മെയിനായിട്ട് വരുന്നത്. നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബും ആയിരിക്കണം. ദെൻ ബി വില്ലിങ് ടു മാനേജ് ഓപ്പറേഷൻസ് ഇൻഡിപെൻഡൻ്റ്ലി. അതവിടെ പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് മാനേജ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. ബേസിക് കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് നോളജ്. കമ്പ്യൂട്ടറിനെ കുറിച്ച് ബേസിക്സ് ആയിട്ട് കാര്യങ്ങൾ, ഒരു ലാപ്ടോപ്പും ഇൻ്റർനെറ്റ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള, ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് പരിചയമുള്ള, സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പരിചയമുള്ള ഒരാൾക്ക് ബെസ്റ്റ് ആയിരിക്കും. മസ്റ്റ് ഹാവ് എ ലാപ്ടോപ്പ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബെസ്റ്റാണ്. അഡീഷണൽ ബെനിഫിറ്റ് എക്സലിയ പാർട്ട്ണർ ആൻഡ് അച്ചീവർ സർട്ടിഫിക്കറ്റ്. അത് അവരെന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നുന്നു. ഐ തിങ്ക് അവരെ കോൺടാക്ട് ചെയ്താൽ മതി. മാർക്കറ്റിംഗ് മെറ്റീരിയൽ അവർ തരുന്ന ബെനിഫിറ്റ് ആട്ടോ. അതിൻ്റെ പാർട്ട്ണറിൻ്റെ സർട്ടിഫിക്കറ്റ് അത് അവർ തരും, പാർട്ട്ണർ സർട്ടിഫിക്കറ്റ് അവർ തരും. മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ അവർ തരും. ഷുഗർ ടെസ്റ്റിംഗ് കിറ്റ് പ്രൊവൈഡ് ബൈ ദ ഫാർമസി. അവർ അതിൻ്റെ കിറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരും. അവർ കൊടുത്തിട്ടുണ്ട്. കം പാർട്ണർ വിത്ത് ദ ബിസിനസ് ഓണർ യു ഓൾവേസ് വാണ്ടഡ് ടു ബി. ഹൗ ടു ജോയിൻ. സിമ്പിളായിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ നിങ്ങൾക്ക് തരാം. അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലൂടെ ജോയിൻ ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. ഇതാണ് ഫാർമസിയുടെ മെയിനായിട്ടുള്ള ഒരു ലിങ്ക്. ഇവിടെ ബിക്കം എ ഫാർമസി ഫ്രാഞ്ചൈസി ബിസിനസ്. ഇവിടെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. എത്ര ക്രെഡിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് നിങ്ങൾ ക്രെഡിറ്റ് കാര്യം തരും. അത് ക്രെഡിറ്റ് ബെനിഫിറ്റ് ഇൻട്രസ്റ്റ് ഫ്രീ ക്രെഡിറ്റ് അപ് ടു 3 lakh അപ് ടു 30 days. 3 ലക്ഷം രൂപ 30 ദിവസത്തേക്ക് ക്രെഡിറ്റ് കാര്യങ്ങൾ കിട്ടും. ഹൈ മാർജിൻ ബ്രാൻഡ്സ് കംപ്രൈസിംഗ് ഓഫ് OTC ആൻഡ് ജനറിക് മെഡിസിൻ. OTC ആൻഡ് ജനറിക് മെഡിസിൻസ് കാര്യങ്ങളൊക്കെ കിട്ടും. ഇൻക്രീസ് സെയിൽസ് ആൻഡ് റവന്യൂ വിത്ത് ഫാർമസി. വാല്യൂ ആഡഡ് സർവീസ് ലൈക്ക് ലാബ് ടെസ്റ്റ്, ഇൻഷുറൻസ് ആൻഡ് ക്യാഷ് ബാക്ക് ഓഫ് ദ അഡീഷണൽ ഏർണിംഗ്സ്. അതിനൊക്കെ ക്യാഷ് ബാക്ക് കാര്യങ്ങൾ കിട്ടും. അഡീഷണൽ ഇൻകം ത്രൂ ദ ടൈപ്സ് വിത്ത് ലീഡിംഗ് FMCG ആൻഡ് OTC ബ്രാൻഡ്. അതുമായിട്ട് ടൈപ്പ് ആക്കിയിട്ട് അതിന് വേറെയും വരുമാനം കിട്ടും. മൊത്തത്തിൽ പൈസയാണ്, ഈ മേഖല തന്നെ പൈസയാണ്. ശരിക്കും റിയൽ ആയിട്ടുള്ള കാര്യമാണ്. ഇതാണ് ഫ്രാഞ്ചൈസീസ്. ഇത്രയൊക്കെ ഫ്രാഞ്ചൈസി ഉണ്ടാവില്ലേ, ഓരോ സ്ഥലങ്ങളിലുള്ള ഫ്രാഞ്ചൈസിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. മുംബൈ, കൊൽക്കത്ത, ഇവിടെയൊക്കെ ഫ്രാഞ്ചൈസീസ് ഉണ്ട്. ഞാൻ കേരള ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു കേരളക്കാർക്ക് ഈ ഓൺലൈൻ റിലേറ്റ് ചെയ്തുള്ള ഫ്രാഞ്ചൈസി ഒന്നും എടുക്കാൻ വലിയ താല്പര്യമില്ലാന്ന് തോന്നുന്നു. ഐ തിങ്ക് അങ്ങനെ എൻ്റെ ഒരു സാഹചര്യം. ഞാൻ ഓൺലൈൻ റിലേറ്റ് ചെയ്ത് കുറേ ബ്രാൻഡ്സുകളുണ്ട്. ഇത്തരമുള്ള ബ്രാൻഡുകളൊന്നും പല സ്ഥലങ്ങളിലില്ല. ഇപ്പോൾ ഈ ടാറ്റ 1MG, എൻ്റെ നാട്, എൻ്റെ സിറ്റി എന്ന് പറയുന്നത് കാഞ്ഞങ്ങാട് അറിയപ്പെടുന്ന ഒരു സിറ്റിയാണ് കാസർഗോഡ് ജില്ലയിൽ. ഇവിടെ ടാറ്റ 1MG ഇല്ല. ആലോചിക്കും, ഇത്രയും വലിയ ബിഗ് ബ്രാൻഡ്, അതിൻ്റെ ബ്രാഞ്ച് പോലും ഇല്ല. അതിനാകെ എത്ര 20,000 സംതിങ് എത്രയോ ആവശ്യമുള്ളൂ, അതില്ല. ഫാർമസി ഇല്ല. കുറേ ബ്രാഞ്ചുകളുണ്ട്, കുറേ സാധനങ്ങളുണ്ട്. അതിന് കുറേ ഞാൻ പറയാത്തതിന് കാരണം എന്താ പറയുക, അടുത്ത ദിവസം വീഡിയോ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വീഡിയോ ചെയ്യാൻ പറ്റില്ല. ഇപ്പം തന്നെ ഈ ഒരു വളരെ ലേറ്റ് ആയിട്ടാണ് ഈ പറഞ്ഞ ബർഗർ കിങ്, അതുപോലെ തന്നെ KFC ഇതൊക്കെ ഇപ്പോഴാണ് എത്തിയത്. ഇനി ഇവിടെ വരാനുണ്ട് സ്റ്റുഡിയോ വരാനുള്ള ഒരു ബ്രാൻഡാണ്. റിലയൻസിൻ്റെ യൂസ്റ്റ വരാനുണ്ട്. അങ്ങനെ കുറേ ബ്രാൻഡ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ബ്രാൻഡുകളൊക്കെ മേജർ സിറ്റിയിൽ പോലും ഇങ്ങനെയുള്ള ബ്രാൻഡുകളില്ല. അപ്പോൾ നമ്മുടെ ഒരു ലോക്കലായിട്ടുള്ള ഏരിയയിലൊക്കെ നമുക്കിത് മൂവ് ചെയ്യാൻ പറ്റും. ഒന്നാമത് ഈ ഹെൽത്ത് കെയർ ബിസിനസ്സിൽ ഏത് ലോക്കൽ ഏരിയയിൽ, ഒരു ഹോസ്പിറ്റൽ, ഒരു PSCയോ CSCയോ ഉള്ള ഏരിയയിലൊക്കെ കൊണ്ടുപോയിട്ട് ഇത് പണിഞ്ഞാൽ പോലും, അവിടെ ഒരു ബ്രാഞ്ചായിട്ട് ഇട്ടാൽ പോലും അവിടെ ഇഷ്ടം പോലെ സെയിലാണ്. ഒന്നുമില്ല, അതിന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും വലിയൊരു ബിഗ് ബ്രാൻഡാണ് ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്, അവരുടെ ബ്രാഞ്ചാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സെയിൽ അവിടെ എത്തി. ടാറ്റ 1MG, ഫാർമസി, ഇതിൻ്റെയൊക്കെ ഓഫീസും കാര്യങ്ങളും ബോർഡും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ തന്നെ ലെവൽ അങ്ങോട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവരും ബിസിനസ്സുകാരനാവണം. നല്ല ഫ്രാഞ്ചൈസീസിൻ്റെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വളരുന്ന നല്ല ഫ്രാഞ്ചൈസീസിൻ്റെ കൂടെ നമ്മൾ ജോയിൻ ചെയ്താൽ നമുക്ക് ബിസിനസ് നല്ല രീതിയിൽ ബിസിനസ് കിട്ടും. ബിസിനസ് കിട്ടാൻ സാധ്യതയുള്ളതിൽ മാത്രം ചെയ്യുക. അല്ലാതെ റിസ്കി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ ബ്രാൻഡുകളുണ്ട്. അത്തരത്തിലുള്ള ബ്രാൻഡുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ബിസിനസ് നമ്മൾ തന്നെ പിടിക്കേണ്ടി വരും. ഇത് ഓട്ടോമാറ്റഡ് ആയിട്ട് ഓൺലൈനിൽ തന്നെ ഇത്രയും വലിയ കണക്ടിവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു സാധ്യത പരമാവധി യൂസ് ചെയ്യാൻ പറ്റും. അവരുടെ ടീമും അത്രയും വലിയൊരു ടീമായിരിക്കും, അവരുടെ നല്ലൊരു സപ്പോർട്ട് കൂടി കിട്ടും. അവർ ചിലപ്പോൾ നമ്മുടെ ഏരിയനെ ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ട് ഈ വെബ്സൈറ്റ് റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. അതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതിൽ നല്ലൊരു ഓൺടർപ്രണർ ആവുക, മികച്ച രീതിയിൽ വരുമാനം ഉണ്ടാക്കുക. നിങ്ങൾ ഫ്രാഞ്ചൈസി ഒക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് കോൺടാക്ട് ചെയ്യാം, നിങ്ങളുടെ സക്സസ് സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ പറയാം. നമുക്ക് തീർച്ചയായിട്ടും നേരിട്ട് വന്ന് കണ്ട് നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് പലതിലും. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ കൂടി ബിസിനസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. എന്തായാലും മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് മീ നിഷോണി സൈനിങ് ഓഫ്. ബൈ.